നമസ്കാരം. നാളെ ഓഗസ്റ്റ് 13 ബുധനാഴ്ചയാണ്. നാളത്തെ ദിവസം രാശിപ്രകാരം നോക്കുമ്പോൾ ഈ നാളുകാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസമാണ്. ചെയ്യുന്നതായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലം പ്രതീക്ഷിക്കാവുന്നതായ ഒരു ദിവസം തന്നെയാണ്. എന്നാൽ ചെയ്യുന്നതായ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. അതേക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ, ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാരാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അനുകൂലമായി ഭവിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. പ്രധാനമായും ജോലിയിൽ ഉയർച്ച വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതായ സമയം. എന്നിരുന്നാലും നിങ്ങൾക്ക് അവസരോചിതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. അത് കൃത്യമായി തന്നെ വിനിയോഗിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി തന്നെ തീരാം. ചുമതലകൾ നിർവഹിക്കുന്നതിൽ കാര്യമായ വ്യത്യാസങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പലവിധ അവസരങ്ങൾ വന്നു ചേരാം. അത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പുതിയ അവസരങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. കൂടാതെ ഈ സമയം ആശ്വാസം പകരുന്നതായ പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ്. കർമ്മരംഗത്ത് പുഷ്ടിക്കുറവ് ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കൂടാതെ ഈ സമയം കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ആശയങ്ങൾ നിങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ ശ്രമിക്കും. മനസ്സിന് പ്രസന്നത കുറയില്ല എന്നുള്ളതാണ്. സുഖവും സ്വൈര്യവും അനുഭവപ്പെടുന്നതാണ്. പല കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ പിന്തുണ പ്രതീക്ഷിക്കാവുന്ന ദിവസം തന്നെയാണ്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് കരുതൽ വേണ്ട ഒരു ദിവസം തന്നെയാണ്. കുടുംബ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കുന്നതായ ആദായം ലഭിക്കാവുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. ഇന്നേ ദിവസം വിഷ്ണു ഭജനം ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. അതിനാൽ തീർച്ചയായും വിളക്ക് തെളിയിച്ച് ഈ കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാണ്. എന്നിരുന്നാലും കാര്യങ്ങൾ നടക്കുവാൻ, പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ നടക്കുവാൻ വിയർപ്പൊഴുകേണ്ടതായി വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരാം. പല കാര്യങ്ങളിലും കൃത്യമായി തന്നെ പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കാം. വാഗ്ദാന ലംഘനങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതായ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സമാധാനം വന്നു ചേരാം. അധികാരം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പലരെയും കണ്ടുമുട്ടുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതലാകുന്നു. കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ സാധിക്കും. എന്നിരുന്നാലും ചില തർക്കങ്ങൾ വന്നു ചേരാം. ആലോചിച്ചുറപ്പിച്ചതായ കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഭംഗിയായി നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കും. മനസ്സിന് തെളിച്ചം ഉണ്ടാകുന്നതായ സമയമാണ്. ദേഹസുഖം പ്രതീക്ഷിക്കാവുന്ന ദിവസം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസം തന്നെയാണ്. കലാകാരന്മാർക്ക് കലാമേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്ന് ചേരാവുന്ന ദിവസം തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസം തന്നെയാകുന്നു. ചില കാര്യങ്ങളിൽ പരിഹാരങ്ങൾ നടത്തി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ അത് ഭാവിയിൽ വളരെ ദോഷകരമായി ബാധിക്കാവുന്നതാണ്. കൂടിയ ആലോചനകൾ പല കാര്യങ്ങളിലും വേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പരാശ്രയത്വം വേണ്ടി വരുന്ന സമയം കൂടിയാകുന്നു. ചില കാര്യങ്ങളിൽ മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ശമ്പള വർധനവ് അല്ലെങ്കിൽ
പണം അപ്രതീക്ഷിതമായി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പലരിൽ നിന്നും സഹായം ലഭിക്കാവുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പലരുമായി ബന്ധപ്പെട്ടും തീർത്ഥാടനത്തിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം കൂടിയാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉണർവ് വന്ന് ചേരുന്ന സമയം തന്നെയാണ്. പിണക്കം മറന്ന് മുന്നോട്ട് പോകുവാൻ പല കാര്യങ്ങളിലും സാധിക്കും. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. താൽക്കാലികമായ പല കാര്യങ്ങളും, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ, താൽക്കാലിക ആശ്വാസത്തിനായുള്ള ശ്രമങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാണ്. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം വിഷ്ണുഭജനം അതീവ ശുഭകരമായി കണക്കാക്കുന്നതുമാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അത് ഗുണകരമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പല കാര്യങ്ങളിലും സമയം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം കൈകളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഉത്സാഹം കുറയുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പല കാര്യങ്ങളും തടസ്സപ്പെട്ടതിൽ ഉത്കണ്ഠ ഉണ്ടായി എന്ന് വരാം. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നതായ അവസരത്തിൽ വളരെ കരുതലോടെ തന്നെ ആ കാര്യങ്ങൾ നീക്കണം എന്നുള്ളതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ പോലും ഇന്നേ ദിവസം ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലും സംതൃപ്തി ഉണ്ടാവുകയും ചില കാര്യങ്ങളിൽ അസംതൃപ്തി ഉണ്ടായാലും അത് തുറന്നു പറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ ഉപദേശിച്ച് നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കണം. ഈ സമയം അനാവശ്യമായി ആരുടെയും കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സമയം അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഭൂഷണമാകില്ല എന്നുള്ളതാണ്. കെട്ടിട നിർമ്മാണം നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കുക, ധനം കണ്ടെത്തുവാൻ സാധിക്കുക, ധനക്ലേശങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകും എങ്കിലും അല്പം വിട്ടുവീഴ്ചകൾ പല കാര്യങ്ങളിലും ചെയ്യേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം ചില വ്യക്തികളിൽ നിന്നും ലഭിക്കാവുന്നതാണ്. അത് കിട്ടാക്കടമാണ് എങ്കിലും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ സംതൃപ്തി വന്നു ചേരാവുന്ന സാഹചര്യമുണ്ടായി എന്ന് വരാം. ധനപരമായ സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യകുശലത അഭിനന്ദിക്കപ്പെടുന്ന സമയമാണ്. തൊഴിൽപരമായി അലച്ചിലുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങൾക്കുമായും പരിശ്രമങ്ങൾ തുടരേണ്ടതായി വരാം. കൂടാതെ തൊഴിൽ നിയമങ്ങൾ അല്ലെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മനസ്സിലാക്കിയതിന് ശേഷം പ്രവർത്തിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി തീരാം. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി ശത്രുക്കളെ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ചിന്തിച്ച് ചിന്ത കാട് കയറുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തന്നാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. പ്രവർത്തന വേഗം അല്പം കുറയുന്നതായി അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ജോലിഭാരം കുറയുന്നതല്ല. സതുദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നില്ല. പല കാര്യങ്ങളിലും മത്സരങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. തിടുക്കം ഉപേക്ഷിക്കേണ്ടതായ ദിവസം തന്നെയാണ്. മത്സരങ്ങൾക്ക് ശരിയായ രീതിയിൽ തയ്യാറെടുക്കേണ്ടത് അനിവാര്യമാണ്. കാര്യാലോചനകളിൽ കണിശത പാലിക്കുന്ന സമയം കൂടിയാകുന്നു. ബന്ധങ്ങൾ ദൃഢമാകുവാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ അപസ്വരങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പിടിവാശി ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാകാത്തത് ചില പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാം. കൂടാതെ അലോസരങ്ങൾ
ഉണ്ട് എങ്കിലും അത് തരണം ചെയ്യാൻ സാധിക്കും. ധീരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട ലാഭം വന്നു ചേരാം. പല കാര്യങ്ങളിലും തൃപ്തി വന്നു ചേരുന്ന സമയമാണ്. കൂടാതെ ഈ സമയം നാട്ടിലുള്ള മാതാപിതാക്കളെ, ജോലിസ്ഥലം, അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയമാണ്. നാട്ടിലേക്ക് തിരികെ വരാനുള്ള ശ്രമങ്ങൾ വിജയം കാണാം എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം മെച്ചം കൂടുതലായിരിക്കുന്ന ദിവസങ്ങളാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ വന്നു ചേരാം. പല വ്യക്തികളിൽ നിന്നും പിന്തുണ ലഭിച്ചു എന്ന് വരാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏകാഗ്രത ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ തിരിച്ചടികൾ വന്നു ചേരാം. തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിലും സംഭ്രമം അരുത് എന്ന കാര്യവും ഓർക്കണം. ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വ്യക്തമായി തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അനുരഞ്ജനം പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുന്നതുമാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഉണ്ടാവേണ്ടത് അനിവാര്യം തന്നെയാണ്. പുതു സൗഹൃദങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ജോലി തേടുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും ഏകോപനം മികച്ചതായി നിൽക്കുന്നതുമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ഇന്നേ ദിവസം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ ഇന്നേ ദിവസം നടത്തുക. ഇന്നേ ദിവസം വിഷ്ണു ഭജനം ഏറ്റവും ശ്രേയസ്കരമാണ്. തീർച്ചയായും വിളക്ക് തെളിയിച്ച് വിഷ്ണുനാമം ഇന്നേ ദിവസം ജപിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു വരും.